നമുക്ക് രാമച്ചം വിളവെടുത്താലോ? വിളവെടുപ്പും അതിൻ്റെ ചാക്കിനകത്ത് കൃഷി ചെയ്യുന്ന രീതിയൊക്കെ നമുക്ക് കണ്ടു നോക്കാം. എന്നാ ഞാൻ കഴിഞ്ഞ മുമ്പത്തെ വർഷം കുറിച്ച് വെച്ചതാ. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നോണ്ട് ഞാൻ പ്രാവശ്യം പറിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം പറിച്ചില്ല, ഈ വർഷം പറിച്ചില്ല. തിങ്ങി വേറെ കേട്ടോ, ചാക്കെല്ലാം പൊടിഞ്ഞു. അത് കഴിഞ്ഞ വർഷം പറിക്കാഞ്ഞോണ്ടേ ഭയങ്കരമായിട്ട് ചാക്കയിലോട്ടും കൂടി വേര് പിടിച്ചു. അയ്യോ, എല്ലാ വർഷം പറിക്കുന്ന നല്ലത് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ പറിച്ചു കഴിഞ്ഞു. ഇതുണ്ടോ, ചാക്കയിലോട്ട് വേര് പിടിച്ചിരിക്കുന്നുണ്ടോ? നല്ല നല്ല മണം, നല്ല മണം. ഹായ്, നല്ല സൂപ്പർ മണം കേട്ടോ. എനിക്ക് ബക്കറ്റിലോട്ട് ഇട്ട് കൊടുക്കാം വേര്. ഇത് പറിക്കാൻ ഇച്ചിരി കഷ്ടപ്പെടും. ഇങ്ങനെ നമ്മളതിൻ്റെ പുല്ല് പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കുഴിച്ച് വെക്കാനുള്ളതായിട്ടുണ്ടേ. ഇത് നമുക്ക് ഇച്ചിരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഇതിൻ്റെ വേരെടുക്കണം. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. എവിടെ ഇട്ടിട്ടെ ഇച്ചിരി പണിയുണ്ട്, അതുകൊണ്ട് അവിടെ ഇരിക്കും. നിറച്ച് വേറെ ഉണ്ടോ. രാമച്ച ഇതുപോലെ വെക്കുവാണെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ളതെല്ലാം വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെ ഉള്ളത് ഇതിനകത്ത് നിന്ന് കിട്ടും. നമുക്കിത് കുഴിച്ച് വെക്കാവേ. ഇതുപോലത്തെ നാമ്പ് കുഴിച്ച് വെച്ചാൽ മതി, ഇഷ്ടം പോലെ ആകും. അതിന് ഉള്ളത് കൊണ്ട് ഇങ്ങനെ വെക്കുക. ഇതിപ്പോ കുഴിച്ച് വെക്കാതെ ഒത്തിരി നമുക്ക് ആവശ്യത്തിന് അധികം കിട്ടും കേട്ടോ. ഇങ്ങനെ കുഴിച്ച് വെക്കുവാണെങ്കിൽ ഇതൊരു ചാക്കെടുക്കാം. ഈ പുല്ലെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ വർഷവും വിളവെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. രാമച്ചം അല്ലെങ്കിൽ ഇതുപോലെ ഒട്ടിപ്പോകും. അല്ലാണ്ട് ചാക്കയിലോട്ട് വേര് പിടിച്ചിട്ട് വല്ലാതെ അങ്ങോട്ട് ഒട്ടിപ്പോകും. ഇതിനകത്ത് ഇച്ചിരി കരികലെല്ലാം കൂടെ കൂടിയ ഒരു കരികലെല്ലാം കൂടെ ഉണങ്ങി പൊടിഞ്ഞ വളമുണ്ട്. വളമല്ല, മണ്ണ്. അതിട്ട് കൊടുക്കാതെ. ഇത് വലിയ ചാണകപ്പൊടി അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ഇളക്കമുള്ള മണ്ണായാൽ മാത്രം മതി, വളമൊന്നും വേണ്ട. ചാക്കിനകത്ത് കരികലയും കുറച്ച് മണ്ണും കൂടെ നിറച്ചിട്ടുണ്ടേ. ഇനി ഇച്ചിരി തനി മണ്ണ് തന്നെ ഇട്ട് കൊടുക്കണം. ചരല് കൂടിയ മണ്ണാണ് നല്ലത് കേട്ടോ. ഇളക്കമുള്ള മണ്ണാകുമ്പോൾ നന്നായിട്ട് വേര് അതിനകത്തോട്ട് ഓടിക്കോളും. നന്നായിട്ട് വേര് കിട്ടും നമുക്ക്. കാണിച്ചു തരാവേ. മണ്ണ് തന്നെ കുറച്ചിട്ടു. നമുക്ക് രാമച്ചത്തിന്റെ തണ്ട് വെച്ചു കൊടുക്കാം.
ഞാൻ പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇത് മതി. നമുക്ക് ആവശ്യത്തിലധികം ഇത് കിട്ടും, രാമച്ചം കിട്ടും. പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട. നല്ല ഇളക്കമുള്ള കരികല കൂടിയ നല്ല ചരലൊക്കെ ഉള്ള നല്ല ഇളക്കമുള്ള മണ്ണിട്ട് കൊടുത്താൽ മാത്രം മതി. ഇഷ്ടം പോലെ നമുക്ക് രാമച്ചത്തിന്റെ വേര് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇതാ നമ്മുടെ രാമച്ചം കണ്ടോ, ഇത്രയും കിട്ടി കേട്ടോ. ഞാൻ 2-3 പ്രാവശ്യത്തെ കഴുക്കായി ഇപ്പോൾ. അത് കട്ടിയുള്ള വേരൊക്കെ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ എടുക്കും, ബാക്കി തേച്ച് കുളിക്കാനൊക്കെ എടുക്കാവേ. ഇത് 1 വർഷം അവിടെ നിന്ന് പോയത് കൊണ്ട് ഇങ്ങനെ കുഞ്ഞുവേര് കുറേ ആയിപ്പോയത്. എല്ലാ വർഷവും വിളവെടുത്താലേ നല്ല വൃത്തിക്ക് നമുക്കിത് നല്ല വേര് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞി പന്നവേരില്ലേ, കുഞ്ഞ് സ്പോഞ്ച് പോലത്തെ വേരായി. എല്ലാ വർഷവും വിളവെടുക്കണം. ഇത് കട്ടിയുള്ള വേര് മുഴുവൻ നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുവേ. ചെറുതായിട്ട് പീസസ് ആയിട്ട് അരിഞ്ഞ് ഭരണിയിലിട്ട് വെച്ചാൽ മതി. നമുക്ക് ആവശ്യാനുസരണം എടുത്ത് വെള്ളം തിളപ്പിക്കാനൊക്കെ ഉപയോഗിക്കാം. കുഞ്ഞു പേരൊക്കെ വേണമെങ്കിൽ തേച്ച് കുളിക്കാനൊക്കെ നല്ലതാണ്. ഇതാ നമ്മുടെ രാമച്ചം കേട്ടോ, ഇത്രയും കിട്ടി നമുക്കത് തണലത്ത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാവേ. നമുക്കിവിടെ ചെറിയ തണുപ്പുണ്ട്, തണലുണ്ട്, എന്നാൽ ചൂടുണ്ട് താനും. നമുക്ക് ഇതിലോട്ട് നമുക്ക് നിരത്തിയിട്ട് കൊടുക്കാം. ഉണങ്ങട്ടെ, പെട്ടെന്ന് ഉണങ്ങും, വേരല്ലേ. എന്നാ നല്ല മണമാണെന്നറിയാവോ, സൂപ്പർ മണമാണ്. നല്ല മണം.